ഇപ്പോൾ ആക്ടിവിസ്റ്റ് ധന്യരാമൻ കൂടെ ചേരുന്നുണ്ട്. ധന്യ, ഇപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു 3 മരണം തുടർച്ചയായിട്ട് വിഭജികയുമായി ബന്ധപ്പെട്ട്, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ കണ്ണൂരിലെ സംഭവം, അങ്ങനെ നിരവധി ഇതുപോലെ ഉള്ള മരണങ്ങൾ, വിവാഹിതരായിട്ടുള്ള പെൺകുട്ടികൾ പോയി ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ആളുകളൊക്കെ തന്നെ ഒരു സമൂഹത്തിൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഈ ഒരു മരണമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ തന്നെ പറയുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ തന്നെ പറയുന്നത് 2 ഭാഗം കേൾക്കണമെന്ന് പറയുന്നുണ്ട്. അതായത് ഈ പ്രതിയായിട്ടുള്ള സ്ഥാനത്തുള്ള ഭർത്താക്കന്മാരുടെ ഭാഗവും മനസ്സിലാകണം. അപ്പോൾ എന്തായിരിക്കും ആ കാരണം എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു മറുപടി, അതായത് അവർ സ്ത്രീകൾ ചിലപ്പോൾ പ്രകോപനപരമായിട്ട് പെരുമാറിയിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോഴും അവിടെ ഇങ്ങനെ ഒരു ചോദ്യമായിട്ട് നിൽക്കുക, അതിന് അടിക്കാമോ അല്ലെങ്കിൽ ആ സ്ത്രീയെ ഉപദ്രവിക്കാമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക. സമൂഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു പ്രതികരണമാണ്, അവരെന്തെങ്കിലും പ്രകോപനപരമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, അതിനാലായിരിക്കും അവൻ അടിച്ചത് എന്നുള്ളത്. അത് ഒരു സ്വാഭാവിക നടപടി പോലെ പറയുകയാണ്. എന്താണ് സമൂഹത്തിന് സംഭവിച്ചിരിക്കുന്നത്? അതായത് പണ്ട് തൊട്ടേ നമ്മൾ ഇപ്പൊ ഈ ഗാർഹിക പീഡന കേസുകൾ അല്ലെങ്കിൽ ഡിവോഴ്സ് കേസുകൾ ഇതെല്ലാം നമ്മൾ പോലീസിന്റെയും കോടതിയുടെയും മുമ്പിൽ എത്തുന്ന സമയത്ത് പുരുഷന്മാർക്കെതിരെ ഒരിക്കലും കേസ് വരാറില്ല. വളരെ ചുരുക്കം ചില കേസ് ആൾക്കാർക്ക് എതിരെ മാത്രമേ കേസുകൾ വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം അവർ പറയും നിങ്ങളെ കുടുംബം നേരെ ഒരു നടപടി എടുക്കാതെ നേരെ കുടുംബ കോടതികളിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ തർക്കം അവിടെ എല്ലാ കാലത്തും ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇനി പെൺകുട്ടികൾ ഒട്ടും കല്യാണം കഴിക്കാനായിട്ട് താല്പര്യപ്പെടത്തില്ല. കാരണം നമ്മൾ നോക്കുമ്പോൾ ഈയിടെ കണ്ട മരണങ്ങളെല്ലാം തന്നെ വിദ്യാഭ്യാസ സമ്പന്നരാണ്, അവർക്ക് എല്ലാ പ്രിവിലേജും ഉള്ള മനുഷ്യരാണ്, സോഷ്യലി ചേഞ്ച്ഡ് ആയിട്ടുള്ളവരാണ്, സാമ്പത്തികമുള്ളവരാണ്, തൊഴിലുള്ളവരാണ്. അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യർക്ക് പോലും സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഈ സമൂഹത്തിന്റെ ടോർച്ചറിനെ ഭയന്നാണ്. ഡിവോഴ്സ് ചെയ്യുന്ന മനുഷ്യരെ ഒരിക്കലും സമൂഹം അംഗീകരിക്കത്തില്ല. അവരുടെ മേലിൽ എപ്പോഴും ഒരു അടയാളം സമൂഹം ചാർത്തപ്പെട്ടു കൊടുക്കും. അപ്പൊ ഇപ്പൊ നോക്കുമ്പോ കുറെ പേര് നല്ലത് പറയും. ഇതേ മനുഷ്യർ തന്നെയാണ് തിരിച്ചും ഇവരെ ടോർച്ചർ ചെയ്യാനായിട്ട് കൂടെ നിൽക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പരിഹാസങ്ങളും ഒക്കെ മനുഷ്യനെ മാനസികമായിട്ട് നിലനിൽക്കാൻ വളരെ പ്രയാസമാണ്. നിങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ യൂട്യൂബ് ചാനലുകാരൊക്കെ ഒരു വ്യക്തിയുടെ പേരെടുത്ത് അവരെ തന്നെ ടാർഗറ്റ് ചെയ്ത് അവരെ ആത്മഹത്യ ചെയ്യിപ്പിച്ചേ അടങ്ങുള്ളൂ എന്നുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സമൂഹത്തിലെ ഗുരുതരമായിട്ടുള്ള ഒരു അപകടകരമായിട്ടുള്ള രീതിയിലാണ് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ആർക്കും ഒരു വിഷയമേ അല്ല. ഇതിന്റെ എല്ലാം മറുസൈഡിൽ ആരാണോ മനസ്സിന് തീർത്തും താങ്ങാൻ കപ്പാസിറ്റി ഇല്ലാത്ത മനുഷ്യർ, അവരാണ് തകർന്നടിഞ്ഞ് അവരാണ് സൂയിസൈഡിലേക്ക് പോകുന്നത്. പിന്നെ പുരുഷന്റെ എത്രയായാലും സ്ത്രീക്ക് ഒരു ശാരീരിക ബലം, ആ ഫിസിക്കലി ഉള്ള ബലം സ്ത്രീക്ക് എന്തായാലും കാണൂല. മനോബലം ഒരുപക്ഷെ പുരുഷനേക്കാളും ഉണ്ടെങ്കിൽ ഇവന്റെയൊക്കെ അടി കൊണ്ട് എത്ര പെൺകുട്ടികളാണെന്ന് അറിയാവോ? മർദ്ദനം എന്ന് പറയുമ്പോൾ അതിക്രൂരമായിട്ട് മർദ്ദനം ഏൽക്കപ്പെട്ട ഒരുപാട് പെൺകുട്ടികൾ എനിക്കറിയാം. ഇപ്പൊ ഈ ആത്മഹത്യക്ക് ശ്രമിച്ച എല്ലാവരും തന്നെ ക്രൂരമായിട്ട് മർദ്ദനം ഏറ്റവരാണ്. അപ്പോൾ ഈ സൈക്കോളജിക്കൽ ഇത് വെച്ച് നോക്കുമ്പോൾ ഇവര് ഒരു പ്രാവശ്യം ഭയങ്കര നല്ലതായിട്ട് പെരുമാറുകയും പിന്നീട് വീണ്ടും അതിക്രൂരമായി മർദ്ദിക്കുകയും പിന്നീട് സ്നേഹം കാണിക്കുകയും ചെയ്യും. ഇതിങ്ങനെ ഒരു എന്താ പറയുക, ഓൾട്ടർനേറ്റീവായിട്ട് അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഇതിന്ന് വിട്ട് പുറത്ത് വരാൻ പറ്റാത്ത. പിന്നെ കുട്ടികളുടെ ഭാവി അതിനേക്കാളും എല്ലാം ഞാൻ ഈ കുടുംബങ്ങളോടെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ സമൂഹത്തെ ഭയക്കുന്നവരാണ്. സമൂഹം എന്ത് പറയും? സമൂഹം എന്റെ മകളെ എങ്ങനെ ഡിവോഴ്സ് ചെയ്ത് വീട്ടിൽ വന്നാൽ അംഗീകരിക്കുമോ? രണ്ടാമതൊരു കല്യാണം കഴിച്ചാൽ അവരെ അംഗീകരിക്കുമോ? ഇനി പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ രണ്ടാമത് കല്യാണം കഴിക്കുന്ന ആൾ ഈ പെൺകുഞ്ഞിനെ അംഗീകരിക്കുമോ? ഇങ്ങനെയുള്ള ആശങ്കകളാണ് കൂടുതലും. നമ്മൾ വിചാരിക്കുന്നത് ഒരു നിസ്സാരമാണെന്നല്ല, നമുക്ക് പെട്ടെന്ന് ഇതൊന്നും വിട്ടുവരാൻ പറ്റാത്തത്ര ഭയമുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് പെൺകുട്ടികൾ തിരിച്ച് ജീവനോടെ വീട്ടിലേക്ക് വരാതെ അവര് ആത്മഹത്യയിലോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നിലനിൽപ്പില്ല. വീണ്ടും നമ്മൾ ടോർച്ചർ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ധനിയ, ഈ നമുക്കറിയാം ഇവിടെയൊക്കെ വിമൻ കമ്മീഷൻ അടക്കമുള്ള ഒരുപാട് കമ്മീഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രവർത്തനങ്ങളൊക്കെ തന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വീണ്ടും പ്രവർത്തനം എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ അവരുടെ ജീവൻ ഒടുക്കുന്നതിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ കടക്കുമ്പോൾ എന്തുകൊണ്ട് ഈ കമ്മീഷൻ്റെ ഒക്കെ ഒരു ഇടപെടൽ, അല്ലെങ്കിൽ നമുക്ക് വിളിക്കാൻ ഒരു നമ്പറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചെന്നെത്തിപ്പെടാൻ ഒരു സ്ഥലമുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്ക് ലഭിക്കുന്നില്ല? സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഈ കമ്മീഷൻ്റെ ഒക്കെ ഒരു പ്രവർത്തനം ഒന്ന് ശക്തപ്പെടുത്തേണ്ടത് ആവശ്യമല്ലേ? പിന്നെ എപ്പോഴും അതിന്റെ സമയം അതിക്രമിച്ചു. ഇതൊക്കെ പ്രത്യേക ഈ വെറുതെ ആവശ്യമില്ലാതെ എത്ര ഉദ്യോഗസ്ഥർ വെറുതെ ഇരിക്കുന്നുണ്ട്. ചില ഡിപ്പാർട്ട്മെന്റിൽ, ഇപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അവർക്ക് തറയിലിരിക്കാൻ സമയമില്ല. അവരെപ്പോഴും ബിസിയാണ്, ഓട്ടമാണ്. അത്രയും കേസുകളുടെ എണ്ണം കൂടി
ഒരു സ്റ്റേഷനിലെ പോലീസുകാർക്ക് എണ്ണം കൂടി, പക്ഷെ നേരെ മറിച്ച് മറ്റ് വകുപ്പുകളിൽ വളരെ മെല്ലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ വെറുതെ ഇരുന്ന് പോകുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഇവരെയൊക്കെ ഈ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചിട്ട് നമുക്കൊരു പ്രത്യേക സെല്ല് ഉണ്ടാക്കാവുന്നതാണ്. വനിതാ സെല്ലുകൾ ഈ പോലീസിലെ വനിതാ സെല്ല് മാത്രമല്ല, സ്ത്രീകൾക്കൊരു പ്രശ്നം വരുമ്പോൾ അതിനെ എങ്ങനെ പരിഹരിക്കപ്പെടണം. പണ്ടത്തെ കാലമല്ലല്ലോ, ഇപ്പൊ ഒരാൾ മദ്യപിച്ച് വന്ന് തല്ലുന്നു, അതല്ല വിഷയം. അതിനേക്കാളൊക്കെ പ്രശ്നങ്ങൾ ഒരുപാട് വർദ്ധിച്ചു. അതിനിപ്പുറത്ത് സർക്കാരിന്റെ ഭാഗത്ത് സൊല്യൂഷൻ ഇല്ല. മനുഷ്യരെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല, മനുഷ്യന്റെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല. അത് നമ്മൾ അതിനകത്ത് ഗവേഷണം നടത്തി തന്നെ ഇതിനെങ്ങനെ നമ്മൾ പിന്നെ പരിഹരിക്കാം എന്നുള്ളത് കണ്ടെത്തണം. നമ്മളിപ്പോഴും പഴയ 1980-കളിലെ 90-കളിലെ പ്രശ്നങ്ങളിലാണ് നിൽക്കുന്നത്. പക്ഷെ ഈ ഒരു ജനറേഷനൊക്കെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ മറ്റു പലതുമാണ്. പലരും മയക്കുമരുന്ന് അഡിക്റ്റ് ആണ്, ആർക്കും ഇമോഷണലി കപ്പാസിറ്റി ഇല്ല. അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യരെ എങ്ങനെയാണ് ജീവനോടെ ജീവിക്കാനായിട്ട് മുമ്പോട്ടേക്ക് അനുവദിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കാരണം ഇത് ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നില്ല. അവർക്ക് മനസ്സിന് കട്ടിയുള്ള മൈൻഡ് പവർ ഉള്ള ആൾക്കാർ ഒരിക്കലും സൂയിസൈഡ് ചെയ്യത്തില്ല. അതിലേക്ക് ഒരു മനുഷ്യന് എത്താൻ സാധിക്കുന്നില്ല. അതിന് ഉത്തരമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിനിവിടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എങ്ങനെയാണ് സൈക്കോളജിക്കൽ വിഭാഗം തന്നെ നമുക്ക് ആവശ്യമാണ്. ഇത് പ്രാക്ടിക്കലി പരിഹരിക്കാൻ പറ്റാത്തിടത്തോളം കാലം നമ്മൾ സൂയിസൈഡ് കൂടിക്കൊണ്ടേയിരിക്കും. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഈ തൊട്ടടുത്ത കാലത്തെ കേസുകളൊക്കെ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസുകൾ നടക്കുന്ന കോടതികൾ ഏറ്റവും കൂടുതൽ നമുക്കാണുള്ളത്. ഈ ഡിവോഴ്സ് കേസുകളൊക്കെ കോടതികളിൽ ഇട്ട് ഇഴപ്പിച്ച് 4-5 വർഷം ഈ ജീവിക്കാൻ മനസ്സിലാത്ത രണ്ട് വ്യക്തികളെ അങ്ങ് പിരിച്ചു വിടുക തന്നെ വേണം. പിന്നെ അവിടെ ഒരു ടോക്സിക്കോ ഒരു ശത്രുതയോ ഉണ്ടാവാനായിട്ട് വിടരുത്. ഇതൊക്കെ എന്തോരം നമ്മൾ നിയമവശങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തോരം പൈസ ചെലവാക്കുന്നുണ്ട്. ഈ അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട ആ കുടുംബവും പറയുന്ന ഇതാണ്, ഇവര് കോടതിയിൽ പോയതാണ്, കൗൺസിലേഴ്സ് വന്നിരുന്ന് സംസാരിച്ച് അങ്ങനെ ഒത്തുതീർപ്പായി, അവരുടെ ഒന്നും വീട്ടുകാരുടെ ഒന്നും ഒരു അനുമതി ഇല്ലാതെയോ ഇവര് തമ്മിൽ സംസാരിച്ച് അങ്ങനെയാണ് ഒത്തുതീർപ്പാക്കിയതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ഒരു ദിവസം ഒരു പെൺകുട്ടി ഇവിടെ എൻ്റെ അടുത്ത് വന്നിരുന്നു. ആ കുട്ടി ഇതുപോലെ ഡിവോഴ്സിന് വേണ്ടിയിട്ട് പിരിയാനായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോയത്. അപ്പൊ അവിടെ എത്തിയപ്പോൾ ഈ പയ്യൻ ഈ പുരുഷന്മാരൊക്കെ സ്ത്രീകളുടെ പേഴ്സണൽ വീഡിയോ ഒക്കെ എടുത്തു വെക്കും, എന്നിട്ട് ഭീഷണിപ്പെടുത്തും. നീക്ക് ഇത് എന്നെ കളഞ്ഞിട്ട് പോയാൽ ഇതൊക്കെ എടുത്ത് ഞാൻ പുറത്ത് എല്ലാവർക്കും അയച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പേടിച്ചിട്ട് തിരിച്ചു പോയ പെൺകുട്ടികളുണ്ട്. എന്നിട്ട് വീണ്ടും അവർ ജോലി സ്ഥലത്തെത്തുമ്പോൾ ജോലി സ്ഥലത്ത് കയറി അവരെ മർദ്ദിച്ച് അവിടെ ബോധം കെടുത്തിയിട്ട് അവിടുന്ന് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി. പിന്നീടാണ് മനസ്സിലാവുന്നത് ഇവർ ഒരിക്കലും ജീവിക്കാൻ സമ്മതിക്കൂല, അതൊരു ടോക്സിക് ആണ്. അപ്പൊ അതിലും വേറെ ഇതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് കിട്ടണം. ഇതിങ്ങനെ അല്ലെങ്കിൽ ആവർത്തിക്കപ്പെടും. ഈ മരണങ്ങൾ തന്നെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ഉചിതമായ സമയത്ത് നമ്മൾ എല്ലാ കാര്യത്തിലും ഗവേഷണം നടത്തി കണ്ടെത്തുന്നില്ലേ? ഇത് മനസ്സിന്റെ ഒരു ഗവേഷണമാണ്. എന്തുകൊണ്ട് മനുഷ്യന് നിലനിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരമാണ് നമുക്ക് കിട്ടേണ്ടത്. വളരെ നന്ദിയുണ്ട് ധന്യരാമൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.